നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിനായക് ദാമോദർ സവർക്കർ വീണ്ടും കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ജിഹാദികളുടെയും ഉറക്കം കെടുത്തുകയാണ്. ഇത്തവണ അദ്ദേഹം ഉറക്കം കെടുത്തുന്നത് ഒരു ക്വിസ് മത്സരത്തിൻ്റെ രൂപത്തിലാണ്. മഞ്ചേശ്വരം തുടങ്ങിയ ഉപജില്ലകളിൽ, കാസർഗോഡ്, കുമ്പളം, മഞ്ചേശ്വരം ഉപജില്ലകളിലെ സ്കൂളുകളിൽ നടത്തിയൊരു പ്രശ്നോത്തരിയിലുണ്ടായൊരു ചോദ്യമാണ് വിവാദമായിരിക്കുന്നത്. ആ ചോദ്യം ഇതായിരുന്നു: ബ്രിട്ടീഷുകാരുടെ പക്കൽ നിന്ന് ഏറ്റവും കൂടുതൽ കാലം തടവ് ശിക്ഷ അനുഭവിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. അത് വിനായക് ദാമോദർ സവർക്കർ എന്ന വീർ സവർക്കറാണ്. വീർ സവർക്കറെ ഏതെങ്കിലും തരത്തിൽ പുകഴ്ത്തുന്നത് കുറച്ച് കാലങ്ങളായി കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും മുസ്ലിം ലീഗിനുമൊക്കെ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ആ അസ്വസ്ഥതയുടെ ഒരു ചരിത്ര പശ്ചാത്തലം തിരഞ്ഞു പോയി കഴിഞ്ഞാൽ നാം ചെന്ന് നിൽക്കുന്നത് ഇന്ദിരാഗാന്ധിയിലേക്കും, അതിനും പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നെഹ്റുവിലേക്കും, അതിനും അപ്പുറത്തേക്ക് പോയാൽ ഗാന്ധിയിലേക്കും, അവർക്കെല്ലാം മുൻപ് തന്നെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീച്ചൂളയിലേക്ക് എടുത്തു ചാടി ശിപ്പായി ലഹളയെ സ്വാതന്ത്ര്യ സമരമായി ആദ്യമായി വിശേഷിപ്പിച്ച അത്തരത്തിലൊരു ഭാവന ഭാരതീയരുടെ മനസ്സിൽ ഉണർത്തിയ വീർ സവർക്കറിലേക്കായിരിക്കും. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, EMSും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം കാര്യമായിട്ട് കോൺഗ്രസ്സിന് എതിരായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലത്ത് വീർ സവർക്കർ അദ്ദേഹത്തിന് അനഭിമതനായിരുന്നില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം EMSനെങ്കിലും. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ നമ്മുടെ കേരളത്തിൽ വീർ സവർക്കറെ തള്ളിപ്പറയുമെങ്കിലും മഹാരാഷ്ട്രയിൽ ചെന്നാൽ വീർ സവർക്കറാണ് വീരൻ. അത് കഴിഞ്ഞേ ബാക്കിയുള്ള വീരന്മാർ വരുന്നുള്ളൂ. അതേ മനോഭാവം തന്നെയായിരുന്നു കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പ്രമുഖ നേതാവുമായിട്ടുള്ള EMS നമ്പൂതിരിപ്പാടിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. 1857 പോരാട്ടത്തെ ബ്രിട്ടീഷുകാർ ശിപ്പായി ലഹള എന്ന് വിളിച്ചപ്പോൾ അതിനെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ അവതരിപ്പിച്ചത് സവർക്കറാണെന്ന് EMS പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ആ ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം, ഒന്ന് കണ്ടു നോക്കൂ. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയതിൻ്റെ പേരിൽ വർഷങ്ങളോളം വീർ സവർക്കർ കഠിന തടവ് അനുഭവിച്ചുവെന്നും EMS ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അഭിനവ ഭാരത് എന്ന സംഘടനയിലൂടെ യുവാക്കളെ സ്വാതന്ത്ര്യ സമര രംഗത്തേക്ക് കൊണ്ടുവന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു എന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ EMS പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ശേഷം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ കപ്പലിൽ നിന്ന് കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ പോലും ശ്രമിച്ച ധീരനായിരുന്നു സവർക്കർ എന്നും EMS പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇതൊന്നും ചരിത്രത്തിലില്ലാത്ത വസ്തുതകളല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ അസ്വസ്ഥത? ആ അസ്വസ്ഥത കോൺഗ്രസ്സിനും കമ്മ്യൂണിസ്റ്റുകാർക്കും ഉണ്ടാകുന്നത്, കോൺഗ്രസ്സുകാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളായിട്ടുള്ള ബിംബങ്ങളെല്ലാം A ക്ലാസ് ജയിലുകളിൽ ഉണ്ടുറങ്ങി ബ്രിട്ടീഷുകാരുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രമായി വളർന്നു വന്ന നേതാക്കളായിരുന്നു. അത് ഗാന്ധി ആകട്ടെ, നെഹ്റു ആകട്ടെ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഗം പറഞ്ഞാൽ അവർ അടിമുടി രാജ്യദ്രോഹികളായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി എന്ത് വീടുപണിയും ചെയ്യുവാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളെ എങ്ങനെയെങ്കിലും നിരോധനത്തിൽ നിന്ന് ഒന്ന് ഒഴിവാക്കി തരണം, അതിനുവേണ്ടി ഞങ്ങൾ എന്ത് ചാരപ്പണിയും ചെയ്യാം എന്ന് പറഞ്ഞവരായിരുന്നു. ഇനി മുസ്ലിം ലീഗിൻ്റെ കാര്യം പറഞ്ഞാൽ അത് ജിഹാദികളുടെ ഒരു മനോഭാവമാണ്. തന്നെയുമല്ല, ഈ ദുരാഷ്ട്ര സിദ്ധാന്തമൊക്കെ എപ്പോഴും പൊക്കിക്കൊണ്ട് നടന്നിരുന്ന സർ അഹമ്മദ് ഖാനെ പോലുള്ള ബ്രിട്ടീഷുകാരുടെ പാദസേവ ചെയ്ത് ഇന്ത്യയിലെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്ക് എങ്ങനെ ശത്രുക്കളാകുന്നു അതുപോലെ ഇന്ത്യൻ മുസ്ലിംസിനും ശത്രുക്കളാണ് എന്ന് എഴുതി അവരെ ഇല്ലാതാക്കുവാൻ ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ വിശ്വസ്ത സേവകരായി തുടരാമെന്ന് പുസ്തകം രൂപത്തിൽ തന്നെ എഴുതി വെച്ച അഹമ്മദ് ഖാൻ പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കി സർ പട്ടം നേടിയ അഹമ്മദ് ഖാൻ്റെ പിൻതലമുറക്കാരാണ്. അത് അലി സഹോദരന്മാരാകട്ടെ, പിന്നീട് വന്ന വാര്യംകുന്നനാകട്ടെ, അവരുടെയൊക്കെ അന്ത്യത്തോടടുക്കുന്ന കാലഘട്ടങ്ങളിൽ ഞങ്ങളെ കൊല്ലരുത് എന്ന് കേണപേക്ഷിച്ച് പിന്നീട് അവരുടെ പിൻതലമുറകളോ അല്ലെങ്കിൽ അവരിൽ നിന്ന് മിച്ചവും ബാക്കിയും വന്ന ജിഹാദികളോ ചരിത്രം തിരുത്തി അവരെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കിയതാണ്.
തന്നെയുമല്ല, ഒരു കാലത്തും മുസ്ലിം ലീഗ്, ഇപ്പോൾ അവശേഷിക്കുന്ന മുസ്ലിം ലീഗ് ഭാരതത്തെ അവരുടെ രാജ്യമായിട്ട് കണ്ടിട്ടില്ല. പാലൊളി മുഹമ്മദ് കുട്ടിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അത് പറഞ്ഞിട്ടുള്ളതാണ്. ഈ കോയ സാഹിബിനെ പോലുള്ള പിൽക്കാലത്ത് കേരളത്തിൻ്റെ മന്ത്രിയുമൊക്കെ ആയിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ തലമുതിർന്ന നേതാക്കന്മാർ അവർ പാകിസ്ഥാൻ വേണമെന്നുള്ള വിഭജനവാദത്തിൻ്റെ ഭാഗമായി കോഴിക്കോടുമൊക്കെ പ്രസംഗിച്ചിട്ടുള്ളത് ചരിത്ര രേഖകളിലുള്ളതാണ്. ഇത് ഹിന്ദുക്കളുടെ നാടാണ് വരാൻ പോകുന്നത് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ, അവിടെ നമ്മൾ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല, പാകിസ്ഥാനാണ് നമ്മുടെ നാട്, പത്തണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ, കിട്ടണം പാകിസ്ഥാന്, കിട്ടിയില്ലെങ്കിൽ ഖബറിസ്ഥാൻ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ചവരുടെ മിച്ചവും ബാക്കിയുമാണ് ഇന്നുള്ള മുസ്ലിം ലീഗുകളാകട്ടെ ബാക്കിയുള്ള ജിഹാദികളാകട്ടെ. അവർക്കൊക്കെ സവർക്കറിനോട് ഒരു അതൃപ്തി ഉണ്ടാവുക സ്വാഭാവികം മാത്രമാണ്. അവരുടെയൊക്കെ മൂത്താപ്പന്മാരും ബ്രിട്ടീഷുകാരുടെ കാല് നക്കി ഇന്ത്യ ഗേറ്റിൽ ഒരുപാട് പേരുടെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ലേ? അത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ ആളുകളുടെയാണ് പേരുകൾ എഴുതി വച്ചിരിക്കുന്നത്. സർ അഹമ്മദ് ഖാനെ പോലുള്ള ദേശദ്രോഹികൾ, വാര്യംകുന്നനെ പോലുള്ള മതഭ്രാന്തന്മാർ, ഇതൊക്കെയാണ് അവരുടെ പാരമ്പര്യം. അത്തരത്തിലുള്ളൊരു പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നു വരുന്നവർക്ക്, അല്ലെങ്കിൽ മിച്ചവും ബാക്കിയുമായി ഉയർന്നു വരുന്നവരെന്നല്ല, ഇത് മിച്ചവും ബാക്കിയുമായി അവിടെ ഇവിടെ ഈ ചുവരിൽ പറ്റിപ്പിടിച്ചതിൻ്റെ ബാക്കിയായി വരുന്നവരാണ്. അത്തരത്തിലുള്ളവർക്ക് വീർ സവർക്കറെ പോലുള്ളൊരു ധീരനെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രം കേൾക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ ഈ ചോദ്യപേപ്പറിൽ ഈ ചോദ്യം ഉൾക്കൊള്ളിച്ച അധ്യാപകനെതിരെ നാളെ ഷംസുദ്ദീൻ, വിദ്യാഭ്യാസ മന്ത്രി, മുസ്ലിം ലീഗിൻ്റെ ഷംസുദ്ദീൻ നടപടി എടുത്താലും എടുത്തില്ലെങ്കിലും ചരിത്രമല്ലാതാകില്ല. ഇന്ന് ട്രീ കട്ടർ ടി വിയിൽ മൊട്ടയുടെ സഹ ആങ്കറും സഹ മരമുറിയെത്തിയും കൂടിയിരുന്ന് പറയുന്നത് കണ്ടു. ഇത് സംഘപരിവാറിൻ്റെ ഉദ്ദേശം നടന്നു കഴിഞ്ഞു. കാരണം അവർക്ക് ഈ അധ്യാപകനെതിരെ നടപടിയെടുത്താലും പ്രശ്നമൊന്നുമില്ല, ഈ വിഷയം ചർച്ചയാക്കുന്നത് ആണ് അവരുടെ ആവശ്യം. ഈ വിഷയം ചർച്ചയാക്കിയാൽ എന്ത് സംഭവിക്കും? ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നു എന്ന സവർക്കറുടെ ചരിത്രം പുറത്തു വരും. അതൊക്കെയാണ് അവരുടെ വിഷയം. അല്ലാതെ ഈ ചരിത്രം വ്യാജമാണെന്ന് അവരൊരിടത്തും പറയുന്നില്ല. അത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. RSSൻ്റെ പേരിൽ ഗാന്ധിവധം ആരോപിച്ച രാഹുൽ ഗാന്ധിക്ക് കോടതിയിൽ മാപ്പ് പറയേണ്ടി വന്നു എന്ന വ്യാഖ്യാനം അവർ ചമയ്ക്കുന്നുണ്ടത്രേ. അത് അവരൊന്ന് വളയ്ക്കുന്നുണ്ട്, ഒടിക്കുന്നില്ല. രാഹുൽ ഗാന്ധി മാപ്പ് പറഞ്ഞ് പപ്പു എന്ന പരാമർശം സ്വന്തം നെറ്റിയിൽ എഴുതി ഒട്ടിച്ചു എന്നുള്ളത് ചരിത്രപരമായിട്ടുള്ള വസ്തുതയാണ്. അത് മൊട്ടയുടെ സഹ ട്രീ കട്ടറും കൂടി എത്രത്തോളം ഇരുന്ന് വെളുപ്പിച്ചാലും അത് വെളുക്കില്ല, അത് ചരിത്ര സത്യമാകില്ല. മാപ്പ് പറഞ്ഞില്ല എന്നുള്ളത്. രാഹുൽ ഗാന്ധി സവർക്കറുടെ പിൻഗാമിയല്ല, ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി സവർക്കറുടെ പിൻഗാമിയല്ല, രാഹുൽ ഗാന്ധി വ്യാജഗാന്ധികളുടെ പിൻഗാമിയാണ്. അതുകൊണ്ട് തന്നെ പലവട്ടം പലയിടങ്ങളിൽ രാഹുൽ ഗാന്ധി ഓടി നടന്ന് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനിയും അങ്ങോട്ടേക്ക് അദ്ദേഹത്തിന് മാപ്പ് പറയാനുള്ള ഒരുപാട് അവസരങ്ങൾ ഒന്നിന് പിറകെ ഒന്നൊന്നായി വരുന്നുണ്ട്. ഇനി സവർക്കറുടെ ചരിത്രം പഠിപ്പിക്കുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം? അതിൽ ഈ കോൺഗ്രസിൻ്റെ അവരുടെ നേതാക്കളെ പ്രതിയുള്ളൊരു അപകർഷതാബോധം ഒരു വശത്ത്, കമ്മ്യൂണിസ്റ്റുകാരും ജിഹാദികളും രാജ്യദ്രോഹികളായിരുന്നു എന്നുള്ള വാസ്തവം മറ്റൊരു വശത്ത്, അതിനുമൊക്കെ അപ്പുറത്തേക്ക് മറ്റൊരു വാസ്തവമുണ്ട്. അശോക ചക്രവർത്തിയുടെ ചരിത്രം എന്നു മുതൽ ബ്രിട്ടീഷുകാർ പഠിപ്പിച്ചു തുടങ്ങിയോ അന്ന് മുതൽ ഭാരതീയരെ ഷണ്ഡീകരിക്കാനുള്ള ഒരു ചരിത്രപരമായ ശ്രമം നടത്തുന്നതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോൾ വീർ സവർക്കറെ പോലുള്ള വീരന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നതിന് പകരം A ക്ലാസ് ജയിലുകളിൽ ഉണ്ടുറങ്ങിക്കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രമായ ഗാന്ധി നെഹ്റുമാരെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തലപ്പത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. നേതാജി സുഭാഷ് ചന്ദ്രബോസിനും ചന്ദ്രശേഖർ ആസാദിനും വീർ സവർക്കർക്കും ഭഗത് സിംഗിനും രാജ്ഗുരുവിനും സുഖ്ദേവിനും രാജ് ബിഹാരി ബോസിനും ഒന്നും മുകളിലല്ല മഹാത്മാഗാന്ധിയും അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവും. ഇവരാരും സ്വാതന്ത്ര്യ സമരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളിലുള്ള ഒരാൾ അനുഭവിച്ചതിൻ്റെ 100% പീഡനമോ ത്യാഗമോ അനുഭവിച്ചിട്ടില്ല. എന്നാൽ ചരിത്രം മാറ്റിക്കുറിച്ച് ഗാന്ധിയെ മഹാത്മാവും നെഹ്റുവിനെ വിശ്വപൗരനും ആദ്യത്തെ വിശ്വപൗരനും ആക്കിയ കോൺഗ്രസ്സുകാർക്ക് ആ സ്ഥാനങ്ങളിൽ നിന്ന് അവർ നിഷ്കാസനം ചെയ്യപ്പെടുന്നത് സഹിക്കുവാൻ സാധിക്കില്ല. അവരുടെ അസ്തിത്വത്തിൻ്റെ തന്നെ ഒരു അടിസ്ഥാനം ഈ നുണക്കഥകളാണ്. ഗാന്ധി മഹാത്മാവായ നുണക്കഥ, നെഹ്റു വിശ്വപൗരനായ നുണക്കഥ. അതിനെയെല്ലാം പൊളിച്ചെഴുതുവാൻ ശേഷിയുള്ള ചരിത്രമാണ് വീർ സവർക്കറിൻ്റേത്.
മുസ്ലിം ലീഗിൻ്റെ കാര്യമെടുത്താൽ ഞാൻ പറഞ്ഞല്ലോ, പാകിസ്ഥാന് വേണ്ടി യാചിച്ച മുസ്ലിം ലീഗിനെ താങ്ങിക്കൊണ്ടൊരു സർക്കാർ നടത്തുവാൻ തയ്യാറാകുന്ന UDF സർക്കാരിന് വീർ സവർക്കറിനെ സഹിക്കുവാനുള്ള ശേഷി ഉണ്ടാകണം. ഉണ്ടായേ മതിയാകുള്ളൂ. അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ജനവിഭാഗമാണ്. നമ്മൾ ചരിത്രം പഠിച്ച് നമ്മുടെ കുട്ടികളെ അത് പഠിപ്പിക്കണം. ഇവരത് അനുവദിച്ചാലും ഇല്ലെങ്കിലും, ഇവരത് സിലബസിൽ കൊണ്ടുവന്നാലും ഇല്ലെങ്കിലും, ഷംസുദ്ദീനെ പോലുള്ള 1000 ജിഹാദികൾ അതിനെതിരെ, ഇത്തരത്തിലുള്ള ചരിത്ര വസ്തുത പറയുന്ന അധ്യാപകനെതിരെ വാളെടുത്താൽ ആ അധ്യാപകനെ സംരക്ഷിക്കുക മാത്രമല്ല, ഈ ചരിത്രം 10 വട്ടം, 100 വട്ടം, 1000 വട്ടം, 10000 വട്ടം ഷംസുദ്ദീൻ്റെ മുഖത്ത് നോക്കി വിളിച്ചു പറയുവാൻ നാം തയ്യാറാകണം. എന്നാൽ മാത്രമേ ഭാരതത്തിൻ്റെ യഥാർത്ഥ പൈതൃകം വീണ്ടെടുത്ത് ഈ ഷണ്ഡീകരണ പ്രക്രിയയിൽ നിന്ന് നമുക്ക് ഇനിയെങ്കിലും പുറത്തു വരുവാൻ സാധിക്കുകയുള്ളൂ. വരിയുടയ്ക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാരെയും ജിഹാദികളെയും വിട്ടേക്കൂ. പണ്ടേ വരിയുടച്ച് മൗണ്ട് ബാറ്റന് ഷേവ് വരെ ചെയ്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള നേതാക്കന്മാരുടെ പിൻഗാമികളെയും വിട്ടേക്കൂ. വ്യാജഗാന്ധി കുടുംബങ്ങളെയും വിട്ടേക്കൂ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലമാണ്. ചരിത്രമായി തന്നെ നമുക്ക് തിരഞ്ഞ് കണ്ടുപിടിക്കുവാനും, ആൻഡമാൻ സെല്ലുലാർ ജയിലിൽ പോയി ആ തടവറ എങ്ങനെയിരുന്നു എന്നും, നെഹ്റുവിൻ്റെ A ക്ലാസ് തടവുമുറി എങ്ങനെയായിരുന്നുവെന്നും, ഗാന്ധിയുടെ A ക്ലാസ് തടവുമുറി എങ്ങനെയായിരുന്നുവെന്നും കണ്ടറിയുവാനുള്ള അവസരങ്ങൾ നമുക്ക് സുലഭമായുള്ള കാലമാണ്. ആ കാലത്ത് ഇവർ പഠിപ്പിക്കുന്ന വ്യാജ ചരിത്രം പഠിച്ച് നാം വിശ്വസിച്ച് വീർ സവർക്കറെ വിസ്മൃതിയിലേക്ക് തള്ളിവിടുവാൻ നാം അനുവദിച്ചാൽ വരും തലമുറയോട് നാമും ചെയ്യുന്നത് അവർ ചെയ്ത അതേ ഷണ്ഡീകരണ പ്രക്രിയയുടെ പിന്താങ്ങൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ആ ഷണ്ഡീകരണ പ്രക്രിയയ്ക്ക് ഒരു ആയുധമെടുത്ത്, അല്ലെങ്കിൽ അതിനുള്ള ഉപകരണങ്ങളെടുത്ത് നാം തന്നെ ആ ഷണ്ഡീകരിക്കുന്ന പ്രക്രിയ ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വിസ്മൃതിയിലേക്ക്, അല്ലെങ്കിൽ ഇവർ സൃഷ്ടിക്കുന്ന പുകമറയ്ക്ക് പിന്നിലേക്ക് സവർക്കറെ പോകുവാൻ അനുവദിക്കുന്നത്. ക്വിസ് മത്സരങ്ങളിൽ സവർക്കറുടെ പേര് ചേർത്ത, അല്ലെങ്കിൽ സവർക്കറെക്കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തിയ അധ്യാപകനെതിരെ നാളെ നടപടി വന്നിരിക്കും. കാരണം ജിഹാദികളുടെ ആവശ്യമാണ്. തന്നെയുമല്ല, ഈ പ്രശ്നോത്തരി അവതരിപ്പിച്ചിരിക്കുന്നത് കാസർഗോഡ്, കുമ്പളം, മഞ്ചേശ്വരം ജിഹാദികളുടെ നെഞ്ചത്താണ്. ഇത്തരം ചരിത്രപരമായിട്ടുള്ള വസ്തുതകൾ അവർക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. കാരണം വാര്യംകുന്നനും മുകളിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി അവനവൻ്റെ പിന്നാമ്പുറം നോക്കി, പിന്നാമ്പുറം എന്നല്ല മറ്റൊരു പദമാണ് ഉപയോഗിക്കുന്നത്, നോക്കി അവനവൻ രക്ഷപ്പെട്ടുള്ളൂ എന്ന് പറഞ്ഞ് ഓടിയ വെറും ഒരു സാധാ പോക്കറ്റടിക്കാരൻ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു ലോക്കൽ കുറ്റവാളിയായിരുന്ന വാര്യംകുന്നനെ സ്വാതന്ത്ര്യ സമര സേനാനിയാക്കി കൊണ്ട് നടക്കുന്ന ഒരു തലമുറയ്ക്ക്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് വീർ സവർക്കറെ പോലുള്ള ഒരു യഥാർത്ഥ ബിംബത്തെ കാണുമ്പോൾ ഭയം തോന്നുക സ്വാഭാവികമാണ്. RSSനെ കാണുമ്പോൾ ഭയം തോന്നുക സ്വാഭാവികമാണ്. അവർ നക്കിയ ബൂട്ടുകളുടെ എല്ലാം ഉത്തരവാദിത്വം സവർക്കറുടെ മേൽ ചുമത്തുവാൻ അവർ ശ്രമിക്കുന്നതും സ്വാഭാവികമാണ്. പക്ഷേ ചരിത്രം അതിനെയെല്ലാം കള്ളമാണെന്ന് നമ്മുടെ ഭാവി തലമുറയുടെ മുൻപിൽ തെളിയിച്ചു കൊടുക്കണം. ആ തിരി തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമാണ്. തിരി തെളിയിക്കുവാനായി ഒരു തീപ്പെട്ടിക്കമ്പെങ്കിലും ഉരയ്ക്കുവാൻ നിങ്ങൾ ഒരുങ്ങിയില്ലെങ്കിൽ, ഒരു മിന്നാമിനിങ്ങിൻ്റെ വെളിച്ചമെങ്കിലും മിന്നിയില്ലെങ്കിൽ, ഒരു തിരിയുടെ വെളിച്ചമെങ്കിലും തെളിയിക്കുവാനുള്ള ശ്രമം നിങ്ങൾ നടത്തിയില്ലെങ്കിൽ, മൊത്തം അന്ധകാരമാക്കുവാനുള്ള ശക്തികൾ നമുക്ക് ചുറ്റും നിരവധിയുണ്ട്. അവർ അണിചേർന്ന് നിൽപ്പുണ്ട്, കാത്തു നിൽക്കുന്നുണ്ട്. വർഷങ്ങളായി സംഭരിച്ചു വെച്ച നുണകളുടെ ആയുധപ്പുരകളും തുറന്നു വെച്ചുകൊണ്ട്. ആ ആയുധങ്ങൾ ഞാനും നിങ്ങളും നമ്മുടെ മുൻ തലമുറകളും ഒരുപാട് ഏറ്റുവാങ്ങിയതാണ്. നമ്മുടെ നെഞ്ചകങ്ങളിലും നമ്മുടെ ചിന്തകളിലും. വരും തലമുറയ്ക്കെങ്കിലും അതിനുള്ളൊരു ദുര്യോഗം നാം ഉണ്ടാക്കി വയ്ക്കരുത്. അതിനുവേണ്ടി തന്നെ സവർക്കറെക്കുറിച്ചുള്ള ചരിത്രങ്ങൾ ആവർത്തിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം. ഇന്ദിരാഗാന്ധി എഴുതിയ കത്തുകൾ ഉൾപ്പെടെയുള്ളത്, അത് ഞാനൊന്ന് കാണിക്കാം, കണ്ടു നോക്കൂ. അത്രയും ഉള്ള കത്തുകൾ ഉൾപ്പെടെ സവർക്കറെക്കുറിച്ച് അറിയുവാനായിട്ട് ഒരു RSSകാരനും എഴുതിയ ചരിത്രം നോക്കണ്ട. EMS എഴുതിയ ചരിത്രം നോക്കൂ, ഇന്ദിരാഗാന്ധിയുടെ കത്തുകൾ നോക്കൂ, ഭാരത സർക്കാർ ഇറക്കിയ സ്റ്റാമ്പുകൾ അവരുടെ മുൻപിലേക്ക് വെച്ചു കൊടുക്കൂ, ആൻഡമാൻ നിക്കോബാറിലെ സെല്ലുലാർ ജയിലുകളുടെ ചിത്രങ്ങൾ അവരെ കാണിച്ചു കൊടുക്കൂ. സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ളൊരു ജിഹാദിയെ കൊണ്ടുപോകരുത്, എന്തെങ്കിലും അപകടം ഉണ്ടാവും, ഏതെങ്കിലും ഒരു അന്തംഗമ്മിയോ മറ്റോ സെല്ലുലാർ ജയിലിലേക്ക് നിങ്ങളുടെ ചിലവിലൊന്ന് കൊണ്ടുപോകുവാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൊണ്ടുപോയി കാണിച്ചു കൊടുക്കൂ. ഗാന്ധിജിയുടെയും നെഹ്റുവിൻ്റെയും A ക്ലാസ് തടവുമുറികളും അവരെ കൊണ്ട് കാണിച്ചു കൊടുക്കൂ. EMS ഒക്കെ ഏത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ് ജയിലിൽ കിടന്നതെന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കൂ. സർ സയ്യദ് അഹമ്മദ് ഖാൻ, വെറും അഹമ്മദ് ഖാൻ എങ്ങനെയാണ് സർ അഹമ്മദ് ഖാൻ ആയതെന്നുള്ള ചോദ്യം ചോദിക്കൂ. മുസ്ലിം ലീഗിൻ്റെ ഉദ്ഭവ രഹസ്യം എന്തിനായിരുന്നു, അവരുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കൂ. 10 അണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നുള്ള മുദ്രാവാക്യം ഉറുദുവിലോ അറബിയിലോ അല്ല മുഴങ്ങിയത്, മലയാളത്തിലാണ് കേരളത്തിൽ മുഴങ്ങിയത് എന്നുള്ളൊരു
സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കൂ. പാകിസ്ഥാനിൻ്റെ വിഭജനത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അഭിപ്രായ സർവേ എന്നുള്ള രീതിയിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കേരളം ഉൾപ്പെടുന്ന മദ്രാസ് പ്രസിഡൻസിയിൽ 98% വോട്ടുകൾ നേടിയാണ് എല്ലാ സീറ്റുകളിലും മുസ്ലിം ലീഗ്, പാകിസ്ഥാന് വേണ്ടി വാദിച്ചു കൊണ്ടിരുന്ന മുസ്ലിം ലീഗ് വിജയിച്ചത് എന്നുള്ള സത്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അവരുടെ പിൻതലമുറക്കാർ അത് കേട്ട് 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 മനസ്സിലാക്കണം. കേരളത്തിൽ ഒരതിർത്തിയും ഒരു തരത്തിലും പാകിസ്ഥാൻ എന്ന രാജ്യത്തോട് പങ്കിടാത്ത കേരളത്തിൽ ഇവർക്കൊക്കെ പാകിസ്ഥാനിലേക്ക് പോകുവാനുള്ള ത്വര എന്തിനായിരുന്നു? മതമാണ് മതമാണ് മതം മാത്രമാണ് പ്രശ്നം. സവർക്കർക്ക് മതമില്ലായിരുന്നു, ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇവർക്ക് സവർക്കറോടുള്ള അസ്വസ്ഥത, അതൃപ്തി, വെറുപ്പ്, ഭയം. ആ ഭയം നാം വർദ്ധിപ്പിച്ചു കൊണ്ട് തന്നെ ഇരിക്കണം. അത് മാത്രമാണ് ഇത്തരം ജിഹാദികൾക്കും അന്തംഗമികൾക്കും വ്യാജഗാന്ധി കുടുംബത്തിൻ്റെ പിൻഗാമികൾക്കുമുള്ള മറുപടി. ആ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കണം. നമുക്ക് വേണ്ടിയിട്ടല്ല, എനിക്കോ നിങ്ങൾക്കോ വേണ്ടിയിട്ടല്ല, നമ്മുടെ വരും തലമുറയ്ക്കായി. അതുകൊണ്ട് തന്നെ ആ മറുപടികൾ തുടരുവാൻ വേണ്ടി ഈ സംവാദങ്ങൾ തുടരണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും പങ്കുവയ്ക്കുകയും വേണം. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ വീഡിയോ എത്തുവാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി. ശുഭരാത്രി.